42ാമത് അഖില ഭാരത ശ്രീമദ് ഭാഗവത മഹാസത്രം ആലപ്പുഴ കലവൂരിലുള്ള മാരംകുളങ്ങര ക്ഷേത്രത്തിൽ വെച്ച് 2025 ഏപ്രിൽ 3 മുതൽ 14 വരെ നടക്കുകയാണ്. 12 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഈ സത്രം. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു സത്രം എന്ന് പറഞ്ഞാൽ ഒരു യജ്ഞത്തിന് തുല്യമാണ്. ധാരാളം ഭക്തജനങ്ങൾ, വിവിധ ഭാഗങ്ങളിലുള്ള ഭക്തജനങ്ങൾ ഈ സത്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്കെല്ലാവർക്കും കാണാവുന്നതാണ്. ഈ ഒരു സത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭാഗവതത്തിലുള്ള പല തീമുകളെ അവലംബിച്ചുകൊണ്ടുള്ള പാരായണങ്ങൾ, ഭാഗവത പാരായണങ്ങളും അതുപോലെ തന്നെ പ്രഭാഷണങ്ങളും വിവിധ അറിവുകൾ നൽകുന്ന ഒരു മേഖലയായിട്ട് ഈ ഒരു സത്രം മാറുകയാണ്. കേരളത്തിൽ അറിയപ്പെടുന്ന ആൾക്കാരും അതുപോലെ തന്നെ കേരളത്തിന് വെളിയിലുള്ള അറിയപ്പെടുന്ന പ്രഗത്ഭരായ യജ്ഞാചാര്യന്മാരും അതുപോലെ പ്രഗത്ഭരായ പ്രഭാഷകരും ഒക്കെ അണിനിരക്കുന്ന ഈ സത്രം ഭക്തജനങ്ങളെ സംബന്ധിച്ച് ഒരു അമൃതത്തിന് തുല്യമായിട്ട് വരും. അവർക്ക് കിട്ടുന്ന ഒരു അമൃതം നുകരുന്നതിന് തുല്യമായിട്ടുള്ള ഒരു അനുഭൂതിയായിരിക്കും ഒരു സത്രത്തിൽ പങ്കെടുത്ത് കഴിയുമ്പോൾ കിട്ടുക. ഈ സത്രത്തിൽ പങ്കെടുക്കുമ്പോൾ രാവിലെ തൊട്ട് രാത്രി വരെ ഉണ്ടാകുന്ന വിവിധ സെഷനുകളിൽ ഒട്ടേറെ ഈ ഭക്തിപരമായ ഭാഗവതവുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകളാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഭക്തജനങ്ങൾ വന്നു കഴിഞ്ഞാൽ രാവിലെയുള്ള അവരുടെ ഭക്ഷണം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും സത്രസമിതിയാണ് നോക്കുന്നത്. സത്രസമിതിയും ഇതിനോട് അനുബന്ധിച്ച് രൂപീകരിച്ചിട്ടുള്ള കമ്മിറ്റിയുമാണ് അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം എടുക്കുന്നത്. അപ്പം ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ വിവിധ ദേശങ്ങളിൽ നിന്നും വരുന്നത് മാരംകുളം ക്ഷേത്രത്തിൻ്റെ പ്രശസ്തി ഒട്ടേറെ പോകുന്ന മാത്രമല്ല, ആൾക്കാരിലേക്ക് എത്തിക്കുന്നത് മാത്രമല്ല, ഈ ഭക്തജനങ്ങൾക്ക് ദേവിയെ കാണാനും ദേവിയുടെ അനുഗ്രഹം വാങ്ങിക്കാനും ഉള്ള വലിയൊരു ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയായിട്ട് മാറുകയാണ്. അപ്പോൾ ഈ സത്രത്തിൽ പങ്കെടുക്കുകയും അത് വിജയിപ്പിക്കുകയും ചെയ്യുക എന്നുള്ള ഓരോ ഭക്തജനങ്ങളുടെയും ഒരു ആവശ്യമായിട്ട് മാറുകയാണ്. 42ാമത് ഈ സത്രം നടക്കുമ്പോൾ നമുക്കറിയാം, അതിനു മുമ്പ് 41 സത്രങ്ങൾ നടന്നിട്ടുണ്ട്. 41 സത്രങ്ങൾ നടന്നതിനേക്കാളും ഓരോ സത്രം നടക്കുമ്പോഴും അത് കൂടുതൽ മേന്മയായിട്ടാണ് പിന്നെ നടന്നു വരുന്നത്. 42ാമത് സത്രം ഇതുവരെ നടന്നിട്ടുള്ള ഏറ്റവും മേന്മയായിട്ടുള്ള സത്രമായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ അഭിപ്രായ വ്യത്യാസം വരേണ്ട കാര്യമില്ല. ഈ സത്രത്തിൽ പങ്കെടുത്ത് ഇത് വിജയിപ്പിക്കണമെന്ന് മാത്രമല്ല, ഇതിന് വേണ്ട എല്ലാവിധ ധനസഹായങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവിധ സാമ്പത്തിക സഹായങ്ങളും മറ്റു സഹായങ്ങളും എല്ലാ ഭക്തജനങ്ങളുടെ ഭാഗത്തുണ്ടാകണം. അതുപോലെ തന്നെ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു പാർട്ടിസിപ്പേഷൻ ഭക്തജനങ്ങളുടെ ഭാഗത്തുണ്ടാകണം എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്.